വാക്ക് സംസാരിക്കുന്നത്. ഇല്ലാത്ത ലീഡേഴ്സ് ഉണ്ടെങ്കിൽ ഐ ഫീൽ പിറ്റി ഫോർ ദം. With that note, thank you, Sajid. മറ്റ് പ്രിയപ്പെട്ട സാന്നിധ്യങ്ങളും പ്രിയപ്പെട്ട എന്നോടൊപ്പം ഈ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി പ്രവർത്തകരും മുൻ പ്രസിഡന്റുമാരും ഏറ്റവും പ്രിയപ്പെട്ട ഫൊക്കാനയുടെ വിജയം എന്ന് പറയുന്നത് തന്നെ ഫൊക്കാനയുടെ കൂട്ടായ്മയും നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ നേതാക്കളാണ്. നിങ്ങൾ എല്ലാവരെയും ആദ്യമായി അഭിനന്ദിക്കുന്നു. കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന പേരാണ് ഫൊക്കാന. അപ്പൊ എനിക്കറിയില്ല എന്താണ് ഇതിന്റെ പ്രത്യേകത. പിന്നീട് ഫൊക്കാനയെ കുറിച്ച് കേട്ടറിയാൻ മനസ്സിലാക്കാൻ ഞങ്ങളുടെ നാട്ടിലെ ബന്ധുക്കളുടെയൊക്കെ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന, സേവനം ചെയ്യുന്ന, ജീവിക്കുന്ന അവരുടെ എല്ലാം വാക്കുകളിലൂടെ കേട്ടറിയാൻ സാധിച്ചു. ഏറ്റവും ആദ്യമായിട്ടാണ് ഇങ്ങനെ അടുത്തറിയാൻ ഈ ഫൊക്കാനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ, ഈ സംഘടനയുടെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കാൻ ഒരു അവസരം ലഭിക്കുന്നു. പ്രസിഡന്റ് ശ്രീ സജിമോൻ 1-ാം തീയതിയും 2-ാം തീയതിയും ഉണ്ടാകണമെന്ന് സൂചിപ്പിച്ചിരുന്നു. നിങ്ങൾ വരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയും 1-ാം തീയതി എല്ലാ പരിപാടികളും മാറ്റിവെക്കുകയും ചെയ്തതാണ്. അതിനിടയിലാണ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീകൾ ജയിലടയ്ക്കപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു. അതിലൊരു സിസ്റ്റർ വന്ദന എന്റെ നിയോജകമണ്ഡലമായ ഇരിക്കൂറിലെ ഉദയഗിരി പഞ്ചായത്തിൽ നിന്നുള്ള സിസ്റ്ററാണ്. അപ്പൊ അതുകൊണ്ട് 26-ാം തീയതി തന്നെ 26-ാം തീയതി തന്നെ എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു. അപ്പോ എന്നിരുന്നാലും ജാമ്യം കിട്ടിയാൽ 1-ാം തീയതി എത്താം, അല്ലെങ്കിൽ 2-ന് എത്താം എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ സാധിച്ചില്ല. ആ കുടുംബത്തോടൊപ്പം ആ സന്നിഗ്ധ ഘട്ടത്തിൽ അവിടെ നിൽക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് വരാൻ കഴിയാതെ പോയത്. ഇപ്പോൾ ഞാൻ ഛത്തീസ്ഗഡിൽ നിന്നാണ് വന്നത്. ആ സമയത്ത് വരാൻ സാധിക്കാത്തതിനുള്ള ഖേദം, ക്ഷമ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. എന്നിരുന്നാലും ഈ കൂട്ടായ്മ പിരിയുന്നതിന് മുമ്പ് ഇവിടെ വന്ന് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കടലിൽ വെച്ച് നിങ്ങളെ കാണേണ്ടി വന്നത്, എല്ലാരെയും കാണേണ്ടി വന്നത്. കടലല്ല, കായലിൽ. ഏതായാലും 3 ദിവസം ഫൊക്കാനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച്, അതിന്റെ അംഗങ്ങളുടെ ക്ഷേമത്തിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചർച്ച ചെയ്ത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാധ്യമായ എല്ലാ കാര്യങ്ങളും വളരെ പ്രതീകാത്മകമായി തന്നെ നിങ്ങൾ ചെയ്തു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട എല്ലാ പദ്ധതികളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. വീടില്ലാത്തവർക്ക് വീട് നൽകാനുള്ള പദ്ധതി, അതുപോലെ തന്നെ കേരളമാകെ നടക്കുന്ന മുങ്ങിമരണങ്ങൾ, അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെ ആത്മാർത്ഥമായ ഒരു ശ്രമം, നിങ്ങൾ കുട്ടികൾക്ക് നീന്തൽ പഠനം അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന നല്ല ഒരു ക്യാമ്പയിൻ ഇവിടെ നിന്നും ആരംഭിക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ ആളുകളെ സഹായിക്കാൻ വേണ്ടി, അവരാണല്ലോ ഏറ്റവും സഹായം അർഹിക്കുന്നവർ, അവർക്ക് വേണ്ടി നല്ലൊരു പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചു. ഇത് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രബലമായ ഒരു സംഘടനയാണ്. അത് പ്രവാസികൾക്ക് വേണ്ടി മാത്രമല്ല, നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള മഹാപ്രസ്ഥാനമാണ് എന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് നേതൃത്വം കൊടുത്താൽ, ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സമ്മേളനം കേരളത്തിൽ വെച്ച് നടത്തുന്നത് തന്നെ ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇങ്ങനെ ഈ സമ്മേളനം, ഒരു ചെറിയ മീറ്റിംഗ് നടത്താനുള്ള പ്രയാസം എനിക്കുണ്ട്. ഇവിടെ ഇത്രയും അധികം ആളുകളെ അമേരിക്കയിൽ നിന്നും സമയത്തെത്തിച്ച് എല്ലാവരും ഒരുമിച്ച് പങ്കാളികളായി കുടുംബാംഗങ്ങളോടൊപ്പം ഇവിടെ പങ്കുചേരുന്നത് ഒരു മഹാ അത്ഭുതമാണ്. ഇതിന്റെ സംഘാടകരെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. തീർച്ചയായിട്ടും അവരെല്ലാം ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും എല്ലാവരും പരിചയമുള്ളവരുണ്ട്, പരിചയമില്ലാത്തവരുണ്ട്. എന്നാലും നിങ്ങളെ കാണാനും പരിചയപ്പെടാനും എനിക്ക് അവസരം തന്നതിന് പ്രിയപ്പെട്ട പ്രസിഡന്റിന്, സെക്രട്ടറിക്ക്, ഭാരവാഹികൾക്ക് എന്റെ ഹൃദയത്തിൽ നിന്നുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇന്നലെ മിനിഞ്ഞാന്നുമായി കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പല കാരണങ്ങൾ കൊണ്ടും, വളരെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ കൊണ്ടാണ് എത്തിച്ചേരാൻ സാധിക്കാതെ പോയത്. വിഷമമുണ്ട്. എന്നിരുന്നാലും ഞാൻ അവർക്ക് വേണ്ടി കൂടി ഞാൻ അവരുടെ ആശംസകൾ അറിയിക്കുകയാണ്. ഏതായാലും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നമുക്ക്
ഈ ഒരു 3 ദിവസത്തെ ഈ ഒരു കൂട്ടായ്മ, ഈ കേരള കൺവെൻഷൻ ഫൊക്കോനയുടെ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായി മാറും എന്നെനിക്ക് വിശ്വാസമുണ്ട്. ഒരു സംഘടന, ആ സംഘടനയിലെ അംഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നാടിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് എന്ന് തെളിയിച്ച, അതും കൂട്ടായ്മയിലൂടെ തെളിയിച്ച 3 ദിവസക്കാലം ഒരുമിച്ച് ജീവിച്ച് താമസിച്ച് ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ഈ മഹാസംഭവം, ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ അവിസ്മരണീയമായ ഒരു മുഹൂർത്തമായി മാറുന്നു. എല്ലാവരുടെയും അനുമതിയോടെ ഈ 3-ാം ദിവസത്തെ ഈ പരിപാടി, നിങ്ങളുടെ ഈ യാത്ര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഇവിടെ ഈ പ്രസംഗ മത്സരങ്ങളൊന്നും ഇല്ല കേട്ടോ. ആരാധനായിട്ട്
Oh my God, that's Just graduated. മോർണിംഗ്. എൻ്റെ പേര് രാമചന്ദ്രൻ. നമ്മുടെ GCD ചാനലിൻ്റെ ഒരു ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഫൊക്കാനയുടെ 42ാമത് സെറമണി ഇവിടെ നടക്കുകയാണ്. വർഷങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അറിയാൻ ഒക്കെ പരിചയപ്പെടാനാണ്. ഫൊക്കാന തുടങ്ങിയത് 1983 ഞാനൊക്കെ എന്നായിരുന്നപ്പോൾ തുടങ്ങിയതാണ്. ഇപ്പം 42 വർഷമായി. 42 വർഷത്തിൽ 2 പ്രാവശ്യം ഞാൻ പ്രസിഡന്റായി. അന്നത്തെ പ്രസിഡന്റ് 2 ആഴ്ച മുമ്പ് ഡോക്ടർ അനിരുദ്ധൻ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു. അനിരുദ്ധന്റെ പേരിലാണ്, ഡോക്ടർ അനിരുദ്ധന്റെ പേരിലാണ് ഇത്തവണത്തെ കൺവെൻഷൻ ഇവിടത്തെ അമേരിക്കയിൽ നടത്തുന്നത്. 42 കൊല്ലം നല്ല രീതിയിൽ അദ്ദേഹവും ഞാനുമായിട്ടൊക്കെ നല്ല അന്തരീക്ഷത്തിലൊക്കെ പോയി. അതുപോലെ പല പ്രാവശ്യം ചെയർമാനായി. ഇവിടുന്ന് ആദ്യത്തെ കൺവെൻഷൻ നടക്കുന്നത് കൊച്ചിയിലായിരുന്നു. കൊച്ചിയിൽ താജ് മലബാറിലായിരുന്നു. അന്നത്തെ ചെയർമാൻ ഞാനായിരുന്നു. അന്ന് നല്ല ഇതുപോലെ നല്ലൊരു കൺവെൻഷനായിരുന്നു. 25th ഇവിടെ 3 days കൺവെൻഷൻ ആയിരുന്നു. ധാരാളം പൊളിറ്റീഷ്യന്മാരും അതുപോലെ എല്ലാ ആളുകളും വന്നു. ഇപ്പം സമാപനം മീറ്റിംഗ് ബോട്ടിൽ എന്റർടൈൻമെന്റ് പരിപാടിയായിട്ടാണ് പോകുന്നത്. 2 ദിവസം പരിപാടികളും നല്ല നല്ല ഇതായിരുന്നു. നിങ്ങളുടെ ചാനൽ ഇവിടെ അപ്പം നമ്മുടെ ഇന്റർനാഷണൽ ഗ്ലോബൽ ബേസ്ഡ് ആയിട്ടുള്ള ചാനലാണ്. അപ്പോൾ നമ്മൾ ഗ്ലോബൽ ബേസിലുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും കുറേ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഒരു 10ഓളം ഫിസിക്കൽ പ്രോജക്റ്റുകളാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അതിന്റെ ഭാഗമാക്കാനും അതിന്റെ ഡിവിഡൻഡ് അല്ലെങ്കിൽ ലാഭവിഹിതം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പ്രോജക്റ്റായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് LLC UK ആണ്. 2023 രജിസ്റ്റർ 24 നമ്മളിവിടെ പ്രവർത്തനം ആരംഭിച്ചു. നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റ് ചേർത്തലയിൽ ഓൺലൈൻ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഹൈപ്പർ മാർക്കറ്റ് നമ്മൾ പഴഞ്ചേരിയിലും അതിനുള്ള കാര്യങ്ങളുണ്ട്. എറണാകുളത്ത്. അപ്പോൾ അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടും കൊക്കാനക്കാരെ കാണും. നാളെ ഫ്യൂച്ചറിൽ അവർക്ക് അവരുടെ ലൈഫിൽ ഫ്യൂച്ചറിൽ അവർക്ക് ഒരു വരുമാന മാർഗം വരണം എന്നുള്ള കാര്യങ്ങൾ. കൂടാതെ നമ്മൾ ഇന്നത്തെ ചാരിറ്റി വളരെ പ്രാധാന്യമാണ്. നമ്മൾ അതിന് തൂക്കം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ജോർജ് സാറിനെ പോലുള്ള ആളുകളൊക്കെ നിങ്ങൾ അടുത്ത 2026 കളരാരി റിസോർട്ട് വെച്ചാണ് വലിയ കൺവെൻഷൻ നടന്നത്. അടുത്ത കൊല്ലം ഓഗസ്റ്റില്. അതിലേക്ക് നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നു. നല്ല കൺവെൻഷൻ, ധാരാളം ആളുകൾ ഇവിടുന്ന് വരുന്നുണ്ട്. എല്ലാവിധ ആശംസകളും. താങ്ക് യു. എൻ്റെ പേര് രാമചന്ദ്രൻ. ഞാൻ GCD ന്യൂസ് ചാനലിലെ റിപ്പോർട്ടറാണ്. അതിലും ഉപരി നമ്മളൊരു വലിയ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് GCD ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് INC UK അതിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങളെയൊക്കെ കാണാനും സംസാരിക്കാനും ഒരു അവസരം ചോദിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും ഒരുമിച്ച് കൂടി പല കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അപ്പോൾ സാറിനെ ഒന്ന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് കുര്യൻ ചെറിയാനാണ്. എൻ്റെ സ്വദേശം തിരുവല്ലയാണ്. ഞാനിപ്പം USA, ദുബായ് ഇന്റർനാഷണൽ ആയിട്ടുള്ള ട്രാവൽ ആൻഡ് ടൂറിസം ചെയ്തുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ വർക്കറാണ്. അതോടൊപ്പം തന്നെ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കോർഡിനേറ്ററായിട്ട് ഇന്റർനാഷണൽ ലെവലിലാണ് പ്രവർത്തിക്കുന്നത്. ഈവൻറ്റ്സ് മാനേജ്മെന്റ് അല്ല, ഈവന്റ് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. പ്രോഗ്രാംസുകളെ, ഇപ്പം ഗസ്റ്റുകളെ, അങ്ങനെയുള്ള വിദേശത്തുള്ള ഗസ്റ്റുകളെ, പ്രോഗ്രാമുകളൊക്കെ. അതൊരു ബിസിനസ് അല്ല, ഒരു പണ്ട് മുതലേ അതൊരു താല്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു ഇതാണ്, ഒരു എല്ലാവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക. എൻ്റെ വൈഫും കുട്ടികളും തിരുവല്ലയിലാണ്. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്. വെൽക്കം ടു GCD. ഇന്ന് നമ്മൾ 42ാമത് ഫൊക്കാനയുടെ സെലിബ്രേഷനോട് ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ കൂടിയത്, ഇല്ലേ? ഫൊക്കാന എന്നൊരു വലിയൊരു, ഈ സാറ് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളിലും ഒരു പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നന്മകൾ ചെയ്യുന്ന പല പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത്ര വർഷങ്ങളായിട്ട് നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിലും US-ലും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു GCD ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഫൗണ്ടേഷന്റെ പല പ്രോജക്റ്റുകൾ നമ്മളിവിടെ ഒരു 10ഓളം ഫിസിക്കൽ പ്രോജക്റ്റുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഫിസിക്കൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ലാഭവിഹിതം നമുക്ക് വാങ്ങാം. ഇപ്പൊ സാധാരണ നമ്മൾ കമ്പനികളിലൊക്കെ നമ്മൾ ഷെയർ ഹോൾഡർ ആവുന്നു, അതിന്റെ ലാഭം. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ആ
ബിസിനസ്സിൽ ഇൻവോൾവ് ആകാം. നമ്മുടെ സ്വന്തം ബിസിനസ്സാണ്. അപ്പം അങ്ങനെ ഈ ഫിസിക്കൽ പ്രോജക്റ്റുകളിൽ ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലാഭവിഹിതം കിട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഓണറായിട്ടും കൂടി മാറുകയാണ്. പിന്നെ നമുക്കറിയാം സാർ, ഇപ്പം നിങ്ങൾക്ക് ഇത്രയും വർഷങ്ങൾ അമേരിക്കയിൽ അവിടെയൊക്കെ ജോലി ചെയ്ത് കാര്യങ്ങൾ സമ്പാദിക്കുന്നുണ്ട്. നാളെ ഒരിക്കലും ഈ സമ്പാദ്യങ്ങളെല്ലാം തീർന്നു പോകാനും അല്ലെങ്കിൽ നാളെ നമുക്ക് കാണുന്നതാണ് ജീവിതമാർഗ്ഗത്തിൽ പലരും ബുദ്ധിമുട്ടുന്നു. ആ ഒരവസ്ഥ മാറി ഇതൊരു പെൻഷൻ പോലെയോ അല്ലെങ്കിൽ ഇതിനുള്ള സംഭവങ്ങളില്ല. അപ്പം നമുക്ക് നമ്മുടെ ഈ വരുമാനം ആജീവനാന്തം നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ മക്കളോ കുടുംബങ്ങളോ നോക്കിയില്ലെങ്കിൽ പോലും നമുക്കൊരു വരുമാനം കിട്ടുന്ന ഒരു ശൃംഖലയായിട്ടാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഇതുപോലുള്ള പല പല സ്കീമുകളിലൊക്കെ നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ള വർഷങ്ങളായിട്ട്. എന്തായാലും അത് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള നടപടിയിലേക്ക് ഞാൻ ചെയ്യാം. ഇപ്പോൾ GCD എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ പരിചയപ്പെട്ടത്. അത്തരം താമസിച്ചു പോയി. അതിന് മുമ്പേ ഞങ്ങൾ കുറെ കേരള ടൈംസും മീഡിയ ത്രൂ ആളുകൾ ഒത്തിരി ഈ മീഡിയ രംഗത്തുള്ളത് കൊണ്ട് ഒത്തിരി പേര് മീഡിയ ആളുകളാണ് കൂടുതലും നമ്മളിലേക്ക് അറിവ് കിട്ടുന്നത്. ഒത്തിരി ഇൻഫർമേഷൻ നമുക്ക് തരാനായിട്ട് കഴിയും. ഒത്തിരി മറഞ്ഞു കിടക്കുന്ന പ്രശ്നങ്ങൾ മീഡിയയാണ് ഇത് കൊണ്ടുവരുന്നത്. എന്നാൽ തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾക്ക് ഞാൻ എപ്പോഴും പിന്തുണ കൊടുക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും സാമൂഹികമായിട്ടുള്ള സഹായിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ കടമയാണ്, അവകാശമാണ്. ഒരു നിയോഗമായിട്ട് ഒരു ജനങ്ങളെ ഒരു ആള് ഔദാര്യമല്ല, അത് ഒരു അവകാശമാണ് സഹായിക്കുക എന്ന് പറയുന്നത്. അത് ഒരിക്കലും നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകാനും പോകുന്നില്ല. പക്ഷെ ഇവിടെ നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശമാണ്. ഇപ്പം ഫൊക്കാന കൺവെൻഷന് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടി അതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെങ്കിൽ സാമൂഹികപരമായ സമൂഹത്തിന്റെ വിഷമങ്ങൾ അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്നവരെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മലയാളികൾ ഒന്നിച്ചു കൂടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സംഘടനയാണ് ഫൊക്കാന. അത് അമേരിക്കയിൽ ആണ്. പക്ഷെങ്കിൽ അമേരിക്ക മാത്രമല്ല, മലയാളികളാണ് ഇതിന്റെ 10 ലക്ഷം ആളുകൾ ഇതിനകത്ത് അംഗങ്ങളാണ്. അന്നേരം 42 വർഷമായിട്ട് ഫൊക്കാന കൺവെൻഷൻ നടക്കുന്നു. അതിനകത്ത് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഇതൊക്കെ തുടങ്ങിയതാണ്. അന്നേരം ഇത് ഇപ്പോൾ ചെറുപ്പക്കാർ വളർന്നു വരുന്നു, കൊണ്ടുവരുന്നു. അന്നേരം നമ്മുടെ ഈ ചെറുപ്പക്കാരുടെ മുന്നോട്ടുള്ള താല്പര്യങ്ങൾ സമൂഹത്തില് കുറഞ്ഞു പോകുന്നു എന്ന് എനിക്ക് സംശയിക്കപ്പെടും. ചെയ്യുന്നവരുണ്ട്, ഒരു 100-ൽ 10%-15% ആളുകൾ സഹായിക്കുന്നുണ്ട്. പക്ഷെ ചെറുപ്പക്കാരുടെ ഫോക്കസ് ഡിഫറൻസ് വേയിലാണ്. അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടുണ്ട്. പക്ഷെ നമുക്ക് പല ആൾക്കാരോട് ചോദിക്കാറുണ്ട്, ഞാൻ നോട്ട് ഇൻട്രസ്റ്റ്. അപ്പൊ പറയുന്നതാണ് അപ്പം ഫാദർ പറയാ, നീ കൊടുക്കാൻ പറഞ്ഞാലും അവന് കൊടുക്കാൻ താല്പര്യം കാണത്തില്ല. പക്ഷെങ്കിൽ അങ്ങനെ പ്രൊസീഡ് ചെയ്ത് മാത്രമേ അങ്ങനെയാണ് കുറെ ആളുകൾ ഇങ്ങനെ ചെയ്യാറുള്ളത്. പക്ഷെ മനസ്സോട് കൂടി കൊടുക്കാനായിട്ട് പഠിക്കണം. ദൈവം അതാണ് പറയുന്നത്, മനസ്സ്, നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു മനസ്സ് വേണം. മനസ്സുണ്ടെങ്കിലേ നമ്മൾ ഏത് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ പ്രകൃതി രമണീയമായ ഈ സമയം, ഈ ഒരു ഇന്ന് വിശുദ്ധ ദിവസമാണ്. ഇത് ഒരു യാത്രയെ മാത്രമല്ല, ഒരു സാഹോദര്യത്തിന്റെ സന്തോഷത്തിന്റെ യാത്രയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘിക്കുന്നു, അഭിനന്ദനം അർഹിക്കുന്നു. പക്ഷെ സമൂഹത്തിലെ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, സമൂഹത്തിലെ അംഗീകരിക്കപ്പെട്ടവർ അംഗീകരിക്കപ്പെടണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അംഗീകരിക്കപ്പെടാത്തവരെ അംഗീകരിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അവരെ നമ്മള് തെറ്റിലേക്കാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക. കാരണം നമ്മൾ അറിഞ്ഞിട്ട് കൂടെ നിൽക്കുന്നത് ശരിയല്ല. അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും തെറ്റിലേക്ക് പോകാം. നമ്മൾ അറിയാതെ ചിലപ്പം വീണു പോകാം പല കാര്യങ്ങൾ. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും പോകാതെ ഒരു ഉപദേശമായിട്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു വിലപ്പെട്ട സമയം എന്നോട് സ്പെൻഡ് ചെയ്തതിലും വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അങ്ങേയറ്റം ഞാൻ പ്രവർത്തനത്തിൽ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു. പൊക്കാനെ അംഗസംഘങ്ങളുടെ 101 സംഘടനകളുടെ വലിയൊരു ഫെഡറേഷൻ ഓഫ് കേരള, നോർത്ത് അമേരിക്ക, കാനഡ ഉൾപ്പെടെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം. അതിന്റെ 52 സ്റ്റേറ്റ് ആണ്. അങ്ങനെ അത്രയും സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളുടെ പ്രാതിനിധ്യം ഇവിടെ ഉണ്ടാവും. ഇതെല്ലാം കാണുന്നുണ്ടാവും. നല്ല കാര്യങ്ങൾക്ക് ആളുകൾ സഹായിക്കും. പ്രത്യേകിച്ച് പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും അമേരിക്കയിൽ നിന്ന് നല്ലൊരു സഹായം കേരളത്തിൽ കിട്ടി. പക്ഷെ അത് ശരിയായി വിനിയോഗിക്കാനായിട്ട് നമ്മുടെ സർക്കാരിനോ ഗവൺമെന്റോ കഴിഞ്ഞിട്ടില്ല. അതൊരു കുറവായിട്ട് ഞാൻ പറയുന്നില്ല, അത് അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം മിസ്യൂസ് ചെയ്യപ്പെടാനായിട്ട് പാടില്ല. കൊടുക്കുമ്പോൾ കൊടുക്കുന്നിടത്ത് തന്നെ കൊടുത്തില്ലെങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് ചെറുപ്പക്കാരുടെ താല്പര്യം കുറയും. ഇപ്പം നമ്മുടെ ചെറുപ്പക്കാര് വിദേശത്തിലേക്ക് പോവുകയാണ് പഠിക്കാനായിട്ട്. നാട്ടിലെ ചെറുപ്പക്കാർ അംഗങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്നേരം അങ്ങനെയുള്ള ഇത് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ പേരൻസും ഒക്കെ നമ്മളെ പഠിപ്പിച്ചതുപോലെ ഒത്തിരി അറിവ് നമ്മുടെ പേരൻസിൽ നിന്നാണ് കൂടുതൽ കിട്ടുന്നത്. അവർ നമ്മളെ പഠിപ്പിച്ചു, ഇത്ര എത്തിച്ചു. നമ്മൾ ഈ സമൂഹത്തിൽ നന്മ ചെയ്യുക, നീതിക്കായിട്ട് പോരാടുക, തിന്മ ചെയ്യാതിരിക്കുക. അതാണ് എന്നെ സംബന്ധിച്ചോളം പറയാനുള്ളത്. പ്രത്യേകിച്ച് തിരുവല്ല എന്ന് പറയുന്ന ഒരു
ലോകത്തിൽ തന്നെ ഏറ്റവും NRIs ഉള്ള സ്ഥലമാണ് തിരുവല്ല. പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ഈ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് സംഘടനയുടെ മുഖമുദ്ര തന്നെ മാറ്റിയെടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതിൽ എന്നോടൊപ്പം ശ്രീ പ്രസിഡന്റ് സജിമോൻ ആന്റണി, ശ്രീ ജോയി ചാക്കപ്പൻ തുടങ്ങി ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ടീമിനോടുള്ള നന്ദിയും അവരുടെ പ്രവർത്തനത്തെയും ഞാൻ പ്രശംസിക്കുകയാണ്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രവർത്തനമാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ് തുടങ്ങി എക്സിക്യൂട്ടീവിലുള്ള രേവതി പിള്ള, വുമൻസ് ഫോറം ചെയർപേഴ്സൺ, BOT ചെയർമാൻ ജോജി തോമസ്, ശ്രീ അപ്പുകുട്ടൻപിള്ള ജോയിന്റ് സെക്രട്ടറി തുടങ്ങി എക്സിക്യൂട്ടീവുകൾ നമ്മളോടൊപ്പം ഇന്നിവിടെ ഉണ്ട്. ഈ ഒരു കേരള കൺവെൻഷൻ നമുക്കറിയാം, നിങ്ങളെല്ലാം പങ്കെടുത്തു. നല്ല ഫുഡ്, നല്ല അക്കോമഡേഷൻ, എല്ലാവരും പറഞ്ഞവരെല്ലാം ഒരേ സ്ഥലത്തിൽ പറയുന്നു ഇങ്ങനൊരു കൺവെൻഷനിൽ അവർ പങ്കെടുത്തിട്ടില്ല, ഇനി അവർ പങ്കെടുക്കുമോ എന്ന് തന്നെ അറിയത്തില്ല. അത്ര നല്ല ഒരു കൺവെൻഷൻ ആയിരുന്നു ഈ കൺവെൻഷൻ. ഈ കൺവെൻഷൻ വിജയിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരും സഹകരിച്ചു. നിങ്ങളോടുള്ള നന്ദി പറയുകയാണ്. നിങ്ങളോടുള്ള നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടിയിട്ടും ഫുക്കാനയുടെ ആരാധന പ്രസിഡന്റ് ശ്രീ സജിമോൻ ആന്റണിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് മോർണിംഗ്. ഉല്ലാസങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി 3-4 ദിവസം 5 ദിവസം അദ്ദേഹം അവിടെ ചെലവഴിക്കുന്നുണ്ടായി. അതിനുശേഷം ആ കാര്യം വളരെ ഭംഗിയോടെ എന്ന് പറയാനല്ല, പക്ഷെ കാര്യപ്രാപ്തിയോടുകൂടി കാര്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞ് ഇവിടെ എത്തിയിരിക്കുന്ന MLA സാറിന് ഒരിക്കൽ കൂടി